ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും കുറച്ച് കിച്ചൺ ആൻഡ് കുക്കിംഗ് ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. മുമ്പ് ഞാൻ ഇതുപോലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ കാണണം. നമുക്ക് അടുക്കളയിൽ എന്നും ഉപകാരപ്പെടുന്ന എനിക്കറിയാവുന്ന കുറച്ച് ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ടിപ്സൊക്കെ അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കിടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു പാല് തിളച്ച് മറിയുന്നത്. എപ്പോഴും നമ്മളത് നോക്കി നിന്നാൽ തിളയ്ക്കില്ല. നമ്മൾ അവിടുന്ന് മാറുന്ന ആ ഒരു സെക്കൻഡിൽ അതങ്ങ് തിളച്ച് മറിയും. അപ്പോൾ പാല് തിളച്ച് കഴിഞ്ഞാലും പുറത്തേക്ക് മറിഞ്ഞു പോകാതിരിക്കാനുള്ള ഒരു ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു മരത്തിൻ്റെ തവിയാണ്. അപ്പോൾ പാല് ഞാൻ ഇതുപോലൊരു പാത്രത്തിൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ആ ഒരു പാത്രത്തിന് കുറുകെ ഇതുപോലെ മരത്തിൻ്റെ തവി വെച്ചു കൊടുക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന മരത്തിൻ്റെ തവി ഇതുപോലെ പാത്രത്തിൻ്റെ രണ്ട് സൈഡും കടന്നു നിൽക്കുന്നതായിരിക്കണം. അല്ലാതെ ചെറിയ തവി എടുത്താൽ അതങ്ങ് ആ പാലിലേക്ക് വീണു പോകും. അപ്പോൾ ഇത് പാല് കുറേശ്ശെയായിട്ട് തിളച്ച് പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പാല് നന്നായിട്ട് തിളച്ച് പൊങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് തിളച്ച് പൊങ്ങി ആ ഒരു മരത്തിന്റെ തവിയിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ടത് പൊങ്ങിയില്ല. അത് ആ ഒരു ലെവലിൽ തന്നെ കിടക്കും. അതുകൊണ്ട് തന്നെ പാല് പുറത്തേക്ക് മറിഞ്ഞു പോകില്ല. ഇനി പാല് തിളപ്പിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്സ് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ഇതുപോലെ നന്നായിട്ട് അടി കരിഞ്ഞു പോയ പാത്രങ്ങൾ എങ്ങനെ വെളുപ്പിച്ചെടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് സാധനങ്ങളാണ്. ഒന്ന് ബേക്കിംഗ് സോഡയും ഒന്ന് വിനെഗറും. ഇനി ഞാൻ ഇതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് കൂടുതൽ കരിഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ ബേക്കിംഗ് സോഡയും വിനെഗറും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനെഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിനെഗർ ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഇതുപോലെ പതഞ്ഞു വരുന്നത് കാണാം. ഇനി ഇതൊരു 2 മണിക്കൂറെങ്കിലും ഇതുപോലെ വെക്കണം. എന്നാലേ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കിട്ടുള്ളൂ. ഇനി ഇതുപോലൊരു സ്റ്റീലിന്റെ സ്ക്രബ്ബർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങ് ഉരച്ചു കൊടുക്കാം. ഈ ഒരു സ്റ്റീൽ സ്ക്രബ്ബർ വെച്ചിട്ട് തന്നെ ഉരച്ചു കൊടുക്കണം. സ്പോഞ്ച് വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുത്താൽ അത് പോയി കിട്ടില്ല. നിങ്ങൾക്കിപ്പോൾ കാണാം, ഇതുപോലെ അങ്ങ് ഉരച്ചു കൊടുക്കുമ്പോൾ തന്നെ ആ കരിയൊക്കെ ഒന്ന് പോയി കിട്ടുന്നുണ്ട്. നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ അധികം അങ്ങ് ബലം പ്രയോഗിച്ച് ഉരച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ സാധാരണ പാത്രം കഴുകുമ്പോൾ ഉരച്ചു കൊടുക്കുന്നത് പോലെ ഉരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അത് മുഴുവനായിട്ട് ഉരച്ചു കൊടുത്ത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം, ഒട്ടും തന്നെ കരിയുടെ പാടൊന്നുമില്ല. പാത്രം നന്നായിട്ട് വെട്ടിത്തിളങ്ങുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പിലേക്ക് പോകാം. ഇനി അടുത്തത് ഈസ്റ്റും ബേക്കിംഗ് സോഡയും തേങ്ങാവെള്ളവും ഒന്നും ചേർക്കാതെ ദോശമാവ് ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരാനുള്ള 2 സൂത്രങ്ങളാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ദോശമാവ് ഞാൻ ഓൾറെഡി അരിയും ഉഴുന്നും കുറച്ച് ചോറും ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങ് നന്നായിട്ട് തിളക്കൊന്നും വേണ്ട, ചെറിയൊരു ചൂടേ വേണ്ടൂ. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ദോശമാവ് ഈ ഒരു ലൈറ്റ് ചൂടുള്ള ഈ ഒരു വെള്ളത്തിലേക്ക് നമുക്ക് ഇതുപോലെ അങ്ങ് ഇറക്കി വെക്കാം. എന്നിട്ട് ഇതുപോലെ അങ്ങ് അടച്ചു വയ്ക്കാം. അപ്പോൾ ഇതാണ് ദോശമാവ് പൊങ്ങി വരാനുള്ള ആദ്യത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ്, ഇതുപോലെ ചുവട് കട്ടിയുള്ള ഒരു പാത്രം ഇതുപോലെ ഒന്ന് ചെറുതായി ചൂടാക്കി എടുക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ദോശമാവ് അടച്ചു വെച്ച് ഇതുപോലെ അങ്ങ് ഇറക്കി വെക്കാം. എന്നിട്ട് ആ പാത്രം കൂടി ഒന്ന് ഇതുപോലെ ടൈറ്റായിട്ട് മൂടണം. ഇനി ഇതുപോലെ അടച്ചു വെച്ച് നമ്മൾ സാധാരണ ഒരു ദോശമാവൊക്കെ അരച്ചു വെക്കുന്ന പോലെ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഞാൻ ഇതൊന്ന് തുറന്നു നോക്കുന്നുണ്ട്. ഈ ഒരു മെത്തേഡാണ് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ നല്ലതായിട്ട് തോന്നിയത്. കാരണം മറ്റേ വെള്ളം ചൂടാക്കിയിട്ട് വെക്കുമ്പോൾ ചില സമയത്ത് ഈ ദോശമാവ് പൊങ്ങി പുറത്തേക്ക് മറിഞ്ഞു പോകും.
അങ്ങനെയാകുമ്പോൾ നമുക്ക് ആ ദോശമാവ് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം അത് വെള്ളത്തിൽ അലിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ ദോശമാവ് പൊങ്ങി പുറത്തേക്ക് മറിഞ്ഞാലും ഈ ഒരു പാത്രത്തിലേ മറിയുള്ളൂ. അതുകൊണ്ട് അത് നമുക്ക് വീണ്ടും ഉപയോഗിക്കാം. നിങ്ങൾക്കിപ്പോൾ കാണാം ദോശമാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ദോശമാവ് പൊങ്ങി വരുന്നില്ലെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോകാം. ഇനി അടുത്തത് ദോശക്കല്ലിൽ ദോശ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ്. ചില ആൾക്കാർ ദോശ ഉണ്ടാക്കുമ്പോൾ ദോശക്കല്ലിൽ ദോശ ഒട്ടിപ്പിടിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണിത്. നിങ്ങൾ നോൺ സ്റ്റിക്ക് തവയിൽ ദോശ ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഈ ഒരു ടിപ്പിൻ്റെ ആവശ്യമില്ല, കാരണം നോൺ സ്റ്റിക്ക് തവയിൽ ഒരിക്കലും ദോശ ഒട്ടിപ്പിടിക്കില്ല. ഇനി അയണിൻ്റെ തവയിൽ ദോശ ഉണ്ടാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. അതിനായിട്ട് വേണ്ടത് ഇതുപോലെ ഒരു പകുതി സവാളയാണ്. ഇനി ആ സവാളയുടെ ബാക്കിലായിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഫോർക്ക് തന്നെ വേണമെന്നില്ല, നമുക്ക് എന്തെങ്കിലും ഒരു സാധനം വെച്ച് കുത്തി കൊടുത്താൽ മതി. ഇതുപോലെ അങ്ങ് പിടിക്കാൻ പറ്റണം. എന്നിട്ട് എണ്ണയിൽ മുക്കിയതിന് ശേഷം ഇതുപോലെ ദോശക്കല്ലിൽ പുരട്ടി കൊടുക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യം, സവാള കട്ട് ചെയ്ത ആ ഭാഗത്ത് എണ്ണയാക്കിയിട്ട് വേണം ഇതുപോലെ ചെയ്തു കൊടുക്കാൻ. വെറുതെ എണ്ണ പുരട്ടി കൊടുക്കുന്നതിന് പകരം ഇതുപോലെ സവാള കൊണ്ട് എണ്ണ പുരട്ടി കൊടുക്കുകയാണെങ്കിൽ എത്ര ഒട്ടിപ്പിടിക്കുന്ന ദോശയും നമുക്ക് പെട്ടെന്ന് അടർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്തതായി നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ എങ്ങനെ നന്നായിട്ട് കഴുകി എടുത്ത് സൂക്ഷിച്ചു വെക്കാമെന്ന് നോക്കാം. അതിനായിട്ട് വാങ്ങിച്ച വെജിറ്റബിൾസ് ഒക്കെ ഇതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് വിനെഗർ ആണ്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ വിനെഗർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 3-4 മണിക്കൂറെങ്കിലും ഇതുപോലെ ആ ഒരു വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. ഇങ്ങനെ വിനെഗർ ഒഴിച്ച് കഴുകിയെടുക്കുമ്പോൾ ഇതിലെ വിഷാംശമൊക്കെ നമുക്ക് പോയി കിട്ടും. അപ്പോൾ ഇത് ഏകദേശം ഒരു 4 മണിക്കൂറിന് ശേഷം ആ വിനെഗർ ചേർത്ത വെള്ളമൊക്കെ ഒഴിച്ചു മാറ്റി വേറെ നല്ല വെള്ളത്തിൽ 2 തവണ കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു അരിപ്പ പാത്രത്തിലോട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ തന്നെ ഏകദേശം ഒരു 90% ഇതിന്റെ പുറത്തുള്ള വെള്ളമൊക്കെ നമുക്ക് പോയി കിട്ടും. ഇനി ഇതുപോലൊരു ബോക്സ് എടുത്ത് വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷം ഇതിൽ വെച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്ത എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.